ഇൻഫർമേഷൻ സിസ്റ്റംസാണ്. എങ്ങനെയാണ് ആളുകൾക്ക് ഇക്കാര്യം അറിയാൻ പറ്റുക? അതിന് ഞങ്ങളൊരു പ്രൊജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ജനറൽ ട്രാൻസിറ്റ് ഫീൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് GTFS എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു ബസ് ഏത് റൂട്ടിൽ ഏത് ഷെഡ്യൂൾ ഏത് സമയത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണത്. അതിപ്പോൾ നമ്മളൊരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് നമ്മുടെ എയർപോർട്ട് ഫീഡർ ബസ്സുകളിൽ ഓൾറെഡി ഇതിൻ്റെ സമയവും കാശും ഫീസും ഒക്കെ ലഭ്യമാണ് ഗൂഗിളിൽ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയി അടിച്ചു നോക്കിയാൽ തന്നെ എയർപോർട്ടിൽ നിന്ന് ആലുവയിലേക്കുള്ള അടുത്ത ബസ്സിൻ്റെ സമയം കൂടി നമുക്ക് ഇതിൽ കാണിച്ചു തരും. അതായത് ഷെഡ്യൂള് വേറൊരു കഷ്ടമായി സൂക്ഷിക്കാതെ ഗൂഗിളിൽ തന്നെ നമുക്ക് ആ സമയത്തെ ഷെഡ്യൂൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ കാണിക്കുക എന്നുള്ളതാണ്. അടുത്ത നമ്മളൊരു സംവിധാനം ഉറപ്പുവരുത്താൻ പോകുന്നത് ബസ് ലൈവ് ട്രാക്കിംഗ് സിസ്റ്റമാണ്. അതിപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ഷെഡ്യൂളാണ് നമ്മൾ GTFSൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു അടുത്ത് തന്നെ നമ്മൾ പതുക്കെ ഇതൊരു ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് ലൈവ് ബസ് ട്രാക്കിംഗ് സിസ്റ്റം കൂടി ഈ ബസ്സുകളിൽ, അതായത് ഒരു എങ്ങനെയാണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആളുകൾക്ക് സൗകര്യപ്രദമാവേണ്ടത്. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഒരു പക്ഷേ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ കംഫർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലും കൊണ്ടുവരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്കുള്ള സ്വിച്ച് കുറച്ചും കൂടി പ്രായോഗികമായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്തരം സംവിധാനമാണ് കൊച്ചി മെട്രോ ഒരു ഫീഡർ സിസ്റ്റം എന്ന് മാത്രമല്ല, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫീഡർ സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.